ക്യാൻഡിലിൻ്റെ ഡിമാൻഡ് ഞാൻ പല കടകളിൽ അന്വേഷിച്ച് ചെന്നപ്പോഴും കിട്ടാനില്ല. സ്റ്റാർട്ടഡ് വിത്ത് എ സ്പൈസസ് ബിസിനസ് വിച്ച് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ ആൻഡ് കണ്ടിന്യൂഡ് വിത്ത് ദി ക്യാൻഡിൽ ബിസിനസ്. അത് നമ്മുടെ മൂഡ്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ദേ ഹാവ് ഗോട്ട് ഡിഫറെൻറ്റ് മൂഡ്സ് ടു ചേഞ്ച്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ക്യാൻഡിൽസിൻ്റെയോടുള്ള ആ ഒരു പ്രത്യേകത താല്പര്യം വന്നു തുടങ്ങി. വൈ? ബിക്കോസ് ദ ഫ്രേഗ്രൻറ്റ് ക്യാൻഡിൽസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇന്ത്യ. കുറഞ്ഞ ചിലവിൽ കൂടുതൽ വരുമാനം കൊയ്യുന്ന ഒരു ബിസിനസ് ആശയമാണോ നിങ്ങൾ തിരയുന്നത്? എന്നാൽ ഒരു കിടിലൻ ഐഡിയ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. മെഴുകുതിരി നിർമ്മാണ ബിസിനസ്. മെഴുകുതിരി നിർമ്മാണം ലാഭം നേടാവുന്ന മികച്ചൊരു ബിസിനസ് ആശയമാണ്. ചിട്ടയോടെയും കൃത്യമായ ഒരു പ്ലാനിംഗ് നിങ്ങൾക്കുണ്ടെങ്കിൽ മെഴുകുതിരി ബിസിനസ്സിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടാൻ സാധിക്കും. എങ്ങനെ സ്വന്തമായി ഒരു മെഴുകുതിരി നിർമ്മാണ ബിസിനസ് ആരംഭിക്കാം? മെഴുകുതിരി ബിസിനസ്സിൽ വിജയം കൈവരിച്ച മെന്റർ ശൈല സാബു നമുക്ക് അത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരുന്നു. എൻ്റെ പേര് ശൈല സാബു. ഞാനിപ്പോൾ താമസിക്കുന്നത് ട്രിവാൻഡ്രം. പ്ലാനിങ് ഫസ്റ്റ് തിങ് നമ്മൾ കുറച്ച് അറിവ് വേണം ഇതിനെപ്പറ്റി. ഓക്കെ, നമുക്ക് എങ്ങനെ അറിവ്? ഇപ്പം ഒരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവിനെക്കാട്ടി കൂടുതൽ നമ്മൾ കണ്ടറിയുകയും കേട്ടറിയുകയും ചെയ്യുകയാണ്. ഞാൻ ശരിക്കും ചാനൽസ് വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴിയും കുറേ റിസർച്ചുകൾ നടത്തി എങ്ങനെയാണ് ഈ ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒക്കെ ഐ ജസ്റ്റ് ചെക്ക്ഡ് ഇറ്റ്. അപ്പം ശരിക്കും ഇന്ത്യയിലെ വീഡിയോസ് നോക്കാതെ ഞാൻ യൂറോപ്യൻ വീഡിയോസും US വീഡിയോസുമാണ് കൂടുതൽ നോക്കിയത്. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന ക്യാൻഡിലിനെക്കാട്ടിലും എങ്ങനെ ഒരു വെറൈറ്റി ക്യാൻഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് യൂറോപ്പും നോക്കാം. നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് വലിയ മിഷനറീസും വലിയ കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ അത് നമുക്കിവിടെ പ്രാവർത്തികമല്ല. തുടക്കക്കാരി എന്ന രീതിയിൽ വെറും ഒരു 5,000 റുപ്പീസ് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് മിഷനറീസ് ഒന്നും വേണ്ട, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെങ്കിൽ അതിനെപ്പറ്റി എങ്ങനെ തുടങ്ങാം ഒരു ചെറിയ ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഞാൻ ആദ്യം അതിൻ്റെ നോട്ട്സ് എല്ലാം എഴുതി വെച്ചു. എന്താണ് അതിൻ്റെ കാൽക്കുലേഷൻസ്, എങ്ങനെയൊക്കെ വേണം. വളരെ ചെറിയ തോതിൽ ഒരു 1/2 കിലോ 1/2 kg വാക്സ് മാത്രം മേടിച്ചാണ് ഞാൻ എക്സ്പെരിമെൻറ്റ് തുടങ്ങിയത്. നമുക്ക് ബേസിക്കലി ഒരു ക്യാൻഡിൽ മേക്കിങ്ങിന് വേണ്ടതെന്ന് വെച്ചാൽ 2 പാത്രങ്ങൾ ഐ ക്യാൻ സേ, ബിക്കോസ് ഇറ്റ്സ് ഡബിൾ ബോയിലിംഗ്. ആദ്യത്തിനകത്ത് വെള്ളം ഒഴിച്ച് അടുത്ത പാത്രം വെച്ച് അതിനകത്ത് വാക്സ് ഇടുക ചെയ്യുന്നത്. ബേസിക്കലി 2 പാത്രങ്ങൾ, വാക്സ്, വിക്ക്, ഇതാണ് ബേസിക്കായിട്ട് വേണ്ടത്. ഒരു ക്യാൻഡിലായി, റോ മെറ്റീരിയൽ എന്ന് പറയാം, ഒരു ക്യാൻഡിലായി. അപ്പം ഇതിനകത്ത് നമുക്ക് മുതൽ മുടക്ക് എത്ര വരുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യമേ ചിന്തിക്കാം. ഓക്കെ, ഒരു 500 ഗ്രാം നമുക്ക് വാക്സ് മേടിച്ചാൽ എത്ര ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റും? അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും എത്ര പ്രോഫിറ്റ് കിട്ടാമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമ്മളത് എഴുതി വെക്കുക, എല്ലാം നോട്ടാക്കി വെക്കണം. നോട്ടിൽ കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പടി അതായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ വളരെ ചെറിയ തോതിൽ ഒരു പറഞ്ഞതുപോലെ 2 വെസൽസ് മേടിച്ചു, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദം. പിന്നെ ഐ ബോട്ട് സം 500 ഗ്രാമിൻ്റെ ഒരു വാക്സ് മേടിച്ചു. ദെൻ ഐ ബോട്ട് ദ വിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇടുന്ന തിരി മേടിച്ചു. ഇതാണ് സ്റ്റാർട്ടിങ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഓക്കെ നമ്മൾ അതിനൊരു കാൽക്കുലേഷൻ വെച്ചു, എനിക്ക് എത്രത്തോളം സെല്ല് ചെയ്യാം. സെല്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടത് ഷോപ്പുകളിൽ പോയി അവിടെയുള്ള ക്യാൻഡിൽസിൻ്റെ വില നോക്കണം. നമ്മൾ ഇതിനകത്ത് നമുക്കറിയില്ല എത്രയാണ് ക്യാൻഡിൽ. നമ്മൾ പോയി മേടിക്കുന്നത് മാത്രമല്ല, പല കടകളിൽ പോയിട്ട് നമ്മൾ ക്യാൻഡിലിൻ്റെ വില നോക്കുക. ദാറ്റ്സ് എ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. എന്നിട്ട് കടയിൽ കിട്ടുന്ന സാധനം നമ്മളോട് വിറ്റാൽ നമുക്ക് ഇവിടുന്ന് സെയിലബിൾ ആവില്ലല്ലോ. അപ്പം ഡെഫിനറ്റ്ലി അതിൽ നിന്നും കുറച്ച് പ്രോഫിറ്റ് കുറച്ചാണ് ഞാൻ സെല്ല് ചെയ്ത് തുടങ്ങിയത്. കാരണം ഐ നീഡ് ടു ക്യാച്ച് ദ മാർക്ക്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ചിന്തിക്കും ഓക്കെ ഇതൊരു പ്രോഫിറ്റബിൾ ബിസിനസ്സായി വന്നു തുടങ്ങി. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. പല കളേഴ്സ് ഇപ്പോഴത്തെ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു വർഷം നമുക്ക് ഇറങ്ങുന്ന കളേഴ്സാണ്. അത് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാം. ട്രെൻഡി കളേഴ്സ് നമുക്ക് വരാറുണ്ട്. നമുക്ക് ഡ്രസ്സിനായാൽ പോലും ദിസ് ഇയേഴ്സ് കളർ ദിസ് ഈസ് ഗോയിങ് ടു ബി. അതിനനുസരിച്ചാണ് നമ്മുടെ ക്യാൻഡിൽസും പോകുന്നത്. ബിക്കോസ് ഒരു മാരേജ് ആയാലും എന്ത് ഫംഗ്ഷൻ ആയാലും അവരിടുന്ന ഡ്രസ്സിനോട് ചേർന്ന ഒരു കളറാണ് നമുക്ക് വേണ്ടത്. സോ ചെക്ക് ദ മാർക്കറ്റ്, ഏത് കളറാണ് ഈ വർഷത്തെ ട്രെൻഡിങ്, അതിൽ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുക. അതിൻ്റെ വെറൈറ്റി കളേഴ്സ് നമ്മൾ കൊടുക്കും. അപ്പം കളേഴ്സ് വന്നപ്പോൾ അതിന് ഇച്ചിരൂടെ എക്സ്ട്രാസ് ആഡ് ചെയ്ത് തുടങ്ങി. അതിൻ്റെ കൂടെ ഫ്രേഗ്രൻസും വന്നു തുടങ്ങി. അങ്ങനെ 3 സ്റ്റെപ്പിലാണ് ഞാൻ ക്യാൻഡിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രേഗ്രൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ക്യാച്ചിങ് ആയിട്ട് വന്നത്. എത്രത്തോളം നല്ല ഫ്രേഗ്രൻസ്, അതായത് നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ടുള്ള വെസ്റ്റേൺ സ്റ്റൈലിൽ ഫ്രേഗ്രൻസസ് നമ്മൾ കൊടുത്തപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. ദെൻ ഓൺലി ഐ കെയിം ടു നോ ദാറ്റ് ദേ വെയർ ഇൻ നീഡ് ഓഫ് ദിസ്. എവരിബഡി ഓ മൈ ഗോഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ്, ഐ ഗോട്ട് ഇറ്റ് റൈറ്റ് നൗ. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കിയത്. സോ ദാറ്റ് മെയ്ഡ് മീ
go ahead with more and more. കണ്ടില്ലേ, മെഴുകുതിരി ബിസിനസിന്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. പൂർണ്ണതയിലെത്തിയോ നമ്മൾ? മെഴുകുതിരി ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇത് ശരിക്കും എക്സ്പെൻസ് ഉള്ള ബിസിനസ് ആണ്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. എക്സ്പെൻസീവ് ആണെങ്കിലും തന്നെയും നമുക്ക് നല്ല ഒരു 25-30% പ്രോഫിറ്റ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് അക്കോർഡിംഗ്ലി. ഒരിച്ചിരി പോലും വാക്കണം. ഏറ്റവും കൂടുതൽ നമുക്ക് റോ മെറ്റീരിയൽ എക്സ്പെൻസീവായിട്ട് വരുന്നത് വാക്സ് ആണ്. നമ്മൾ ടൈപ്പ് ഓഫ് വാക്സസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് വാക്സസ് ഉണ്ട്. പാരഫിൻ, സോയി, ദെൻ വി ഹാവ് കോക്കനട്ട് വാക്സ്, ദെൻ വി ഹാവ് ജെൽ വാക്സ് ഉണ്ട്, ദെൻ ഇറാനി വാക്സ്. പല ടൈപ്പിലെ വാക്സസ് ആണ് നമുക്കുള്ളത്. ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് പാരഫിൻ വാക്സ് ആൻഡ് ദ പ്യുവർ വാക്സ്. നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന വാക്സ് ആണ്. അത് ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ നമ്മൾ അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആൻഡ് യു നീഡ് ടു ആഡ് സം സോയ വാക്സ് ഓൾസോ. സോയ വാക്സ് ആൻഡ് പാരഫിൻ വാക്സ് വിച്ച് ഈസ് ഈസിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അത് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡിൽ ചെയ്ത് തുടങ്ങാം. എന്നാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പ്രോഫിറ്റിലേക്ക് ചിന്തിച്ച് വരുമ്പം വെറൈറ്റീസ് ഓഫ് ക്യാൻഡിൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അവിടെയാണ് നമുക്ക് പ്രോഫിറ്റബിളായിട്ട് എത്രത്തോളം വാക്സുകൾ കുറയ്ക്കാമോ അല്ലെങ്കിൽ എന്തൊക്കെ മോൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മളൊരു ജാർ എടുത്തു കഴിഞ്ഞാൽ ആ ജാറിനകത്ത് ഫുൾ വാക്സിന് ആ ക്യാൻഡിൽസ് ഫില്ല് ചെയ്ത് ഹാഫ് വാക്സ് ക്യാൻഡിൽസ് ഫില്ല് ചെയ്തുകൊണ്ട് ബാക്കി നമ്മൾ ഡെക്കറേറ്റീവ് ക്യാൻഡിൽസ് ആക്കിയാൽ നമുക്കത് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആണ്. കിട്ടുന്ന ആൾക്ക് ഇറ്റ്സ് റിയലി എൻ എൻജോയ്മെൻറ്റ് ഫോർ ദം ബിക്കോസ് ദർ സംതിങ് ന്യൂ ക്രിയേറ്റീവ് തിങ്സ് ആർ ഹാപ്പനിങ്. എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ക്യാൻഡിൽ മാത്രമാണ് വാക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ല, നമുക്ക് പല പല കാര്യങ്ങൾ വാക്സ് കൊണ്ട് ചെയ്യാൻ പറ്റും. അതിനെ ഹോം നമുക്കൊരു ഡിഫ്യൂസർ ഉണ്ടെങ്കിൽ വാക്സ് മെൽറ്റ്സ് ഉപയോഗിച്ച് അങ്ങനെ നമുക്ക് ഫ്രേഗ്രൻസ് കിട്ടും. ദാറ്റ്സ് വൺ തിങ്. നമ്മുടെ വാർഡ്രോബ്സിനകത്ത് നമുക്ക് വാക്സിൻ്റെ ടാബ്ലറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഫ്രേഗ്രൻസ് ടു ദ ഡ്രസ്സസ്, ആ ക്ലോസ്ഡ് അതിനകത്ത് ഒരു ഡ്രസ് കബോർഡ്സ് ആണ് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതിലേക്ക് നമുക്ക് നല്ല പെർഫ്യൂമായിട്ടുള്ള ക്യാൻഡിൽസ് വാക്സ് മെൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അവിടെയാണ് ഞാൻ പ്രോഫിറ്റിലേക്ക് ചിന്തിച്ചത്. ബിക്കോസ് ദാറ്റ് ഓൾ തിങ്സ് അഡീഷൻ ടു ദിസ് ക്യാൻഡിൽ വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു എ പ്രോഫിറ്റ്. അപ്പം പ്രോഫിറ്റിനെ ചിന്തിക്കുമ്പോൾ നന്നായി മാനേജ് ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരു 30-40% നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനൊരു കടയിൽ പോയാൽ എനിക്കൊരു ഡ്രസ്സ് വേണം. ഓക്കെ, ആ ഡ്രസ്സ് അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യും, കണ്ടതെടുത്തിട്ടിഞ്ഞു പോരും. അതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീട്ടമ്മമാരായാലും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഒരു ക്യാൻഡിൽ ബിസിനസ് തുടങ്ങി ഉള്ളത് വെച്ച് സെയിൽ ചെയ്ത് പോവുകയാണ്. നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കാറില്ല. നമ്മൾ അറിയുന്നില്ല കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇതാണ് അടുത്ത് വരുന്ന ക്യാൻഡിൽ. ഐ വിൽ ഓൾവേസ് സേ നമ്മുടെ ഇയേഴ്സ് ആൻഡ് ഐസ് എപ്പോഴും നമ്മൾ ഈ മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കണം. ഞാനെന്ന വ്യക്തിക്ക് ഈ ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ആർക്കും ക്യാൻഡിൽ ഉണ്ടാക്കാം, പക്ഷെ അത് പ്രോഫിറ്റബിളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 24 hours I can say you have to be very very alert. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. വീട്ടമ്മമാരാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പറയും, എനിക്ക് വീട്ടിൽ കഷ്ടപ്പാടാണ്, അതുണ്ട് ഇതുണ്ട്, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, കുക്കിംഗ് ചെയ്യണം, ഇതെല്ലാം നമുക്കുണ്ട്. എന്നാൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ബിസിനസ് നമുക്കായി മാറ്റിവെക്കുന്ന കുറച്ച് സമയങ്ങളാണ് നമുക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉയരാൻ നോക്കേണ്ടത്. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് സ്കോപ്പ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്കോപ്പ് ഓഫ് ബിസിനസ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലികളും നിങ്ങൾ ചെയ്യുന്ന മാർക്കറ്റിങ്ങുമാണ് നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്. സോ യു നീഡ് ടു ക്രിയേറ്റ് സംതിങ്. ഇപ്പം ഇന്ന് ഞാൻ ചെയ്ത ക്യാൻഡിലായിരിക്കില്ല നാളെ എനിക്ക് വേണ്ടത്. സോ യു ഹാവ് ടു ക്രിയേറ്റ് സംതിങ് ന്യൂ ആൻഡ് ഷോ ഇറ്റ് ടു. ഇതൊരു ഷോക്കേസ് ആണ്, ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇപ്പം ഇന്നത്തെ യുഗം എന്ന് വെച്ചാൽ നമുക്ക് എക്സിബിറ്റ് ചെയ്യണ്ട, നമുക്ക് എല്ലാം വാട്സപ്പ്, യൂട്യൂബ് എല്ലാ ഗ്രൂപ്പ്സും ഉണ്ട്. അതിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ദ മോബ് നീഡ് ബാക്ക്. അവിടെ നിന്നാണ് നമുക്ക് എക്സീഡ് പോകാൻ പറ്റുന്നത്. സോ ഐ ക്യാൻ സേ എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇന്ന് വരെ കൊള്ളൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിൻ്റെ വിജയമാണ്, അതിൻ്റെ കോൺഫിഡൻസ് ആണ്. അപ്പം ഒരാൾക്ക് ഇപ്പം വിദ്യയ്ക്ക് വേണ്ടി ഒരു ക്യാൻഡിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കി. അപ്പം വിദ്യ എന്നോട് പറയുകയാണ്, എനിക്ക് ഹാർഡ് ഫ്രേഗ്രൻസ് ഒന്നും വേണ്ട, എനിക്ക് ലൈറ്റ് മതി. അപ്പം നാളെ തൊട്ട് ഞാൻ വിദ്യയുടെ ആ ടേസ്റ്റ് ഞാൻ എഴുതി വെച്ചു. ഓക്കെ, ദിസ് മാഡം നീഡ്സ് ദിസ് ടൈപ്പ് ഓഫ് ദിസ് വൺ. അപ്പം നാളെ ഒരു ഫ്രേഗ്രൻറ്റ് എനിക്ക് വരുമ്പം അത് മൈൽഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു സാമ്പിൾ മാമിന് അയച്ചു തരികയാണ്. Understood. So she's liking it and she's ordering it and she's recommending another 10 persons for that. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ആരും ബിസിനസ് കൊണ്ട് തരില്ല. Never think like that.
നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബിസിനസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കസ്റ്റമറുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പക്ഷെങ്കിൽ ഞാൻ എക്സിബിഷനാണ് എൻ്റെ ഫസ്റ്റ് ബിസിനസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഡിസംബറിൽ എനിക്ക് ക്രിസ്മസിന് ക്യാൻഡിൽസ് കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ക്യാൻഡിൽസാണ് ഞാൻ സെല്ല് ചെയ്തത്. ശരിക്കും അതൊരു നോർത്ത് ഇന്ത്യൻ കസ്റ്റമറാണ്, എനിക്കത് ഷുവറാണ്. ആ ലേഡി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഒരു പിങ്ക് കളർ ക്യാൻഡിലായിരുന്നു, സ്ലൈറ്റ് പീച്ച്. അപ്പോൾ അതിൻ്റെ കൊച്ചും വലുത് അങ്ങനെ വലുത് ഒരു സെറ്റ് ഓഫ് ക്യാൻഡിൽസ് ഞാൻ വെച്ചിരിക്കുകയായിരുന്നു അവിടെ. ദാറ്റ് വാസ് മൈ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ ലേഡി വന്നിട്ട് ആദ്യം ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് ഷീ വെൻറ്റ് ടു അനദർ സ്റ്റോൾസ് ആൻഡ് കെയിം ബാക്ക് ആൻഡ് സെഡ് ഗിവ് മി ദ എൻറ്റയർ തിങ്. അപ്പോൾ അതെനിക്ക് തന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനവിടെ അച്ചീവ് ചെയ്തു. കാരണം ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് ഒരാൾ വന്ന് ആ 6 ക്യാൻഡിലും ഒരുപോലെ മേടിച്ചപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് ഐ വാസ് റിയലി താങ്ക്ഫുൾ ഫോർ ദ പീപ്പിൾ ഹു ഹാഡ് പ്രൊമോട്ടഡ് മീ ഓവർ ദെയർ. അപ്പം ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡാണ് മിസ്റ്റി ഈസ് മൈ ബ്രാൻഡ്. ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ എനിക്ക് 1, 2, 3 കാര്യങ്ങളുണ്ട്. ഐ എം ഡൂയിങ് ഇവൻറ്റ്സ്, ഐ എം ഡൂയിങ് ക്യാൻഡിൽസ്, ഐ എം ഡൂയിങ് സ്പൈസസ്. ഇത് 3 നമുക്ക് വരുന്നുണ്ട്. ക്യാൻഡിൽ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമാണ്. ഇറ്റ്സ് മൈ ഡ്രീം. ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ്. കാരണം നമ്മൾ ബ്രാൻഡിങ്ങിന് മുമ്പായിട്ട് നമ്മളുടെ വിശ്വാസം ആൾക്കാർക്ക് ഉണ്ടാവണം. സിംപ്ലി യു കനോട്ട് ഗോ ആൻഡ് ബ്രാൻഡ് സംതിങ്, നടക്കില്ല. നമുക്കറിയാം, കൂണ് പോലെ കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട്, അതുപോലെ പോകുന്നുമുണ്ട്. പക്ഷെ മനുഷ്യരുടെ മനസ്സിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ കടമ. സോ യു നീഡ് ടു ഗെറ്റ് ദ ട്രസ്റ്റ് ഫ്രം ദ പീപ്പിൾ. ഓക്കെ, ശൈല ചെയ്യുന്ന ക്യാൻഡിൽസ് എനിക്ക് വീട്ടിൽ ഉപയോഗിക്കാം, അതെനിക്ക് കൂടുതൽ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പ് എനിക്ക് എന്ന് കിട്ടുന്നു. എനിക്ക് ഓൾറെഡി അത് 50% ഉണ്ട്. ഇപ്പം അതെനിക്കൊരു 100%ലേക്ക് വരുമ്പോൾ എൻ്റെ ക്യാൻഡിൽ ബ്രാൻഡിങ് ആയി കഴിഞ്ഞു. അവിടെയാണ് എനിക്ക് സക്സസ്ഫുൾ ആവുന്നത്. ദെൻ വാട്ട് ഐ നീഡ് ടു ഡു, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി എൻ്റെ ഡിസൈൻസ് ഒക്കെ മാറ്റി ഞാനത് മാർക്കറ്റിലേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പം ഞാൻ വീട്ടിൽ ക്യാൻഡിൽസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓണ്ടർപ്രനേഴ്സ് ചെറിയ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൊടുക്കുന്നു, മാരേജസിന് കൊടുക്കുന്നു, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് അടുത്ത സെക്ഷനാണ് ഒരു ലൈസൻസ് എടുക്കുക. പിന്നെ നമുക്കുള്ള ഈ വാട്സപ്പ് പോലുള്ള ഗ്രൂപ്പുകൾ മാത്രമല്ല, അത് നമുക്ക് ആമസോൺ, ഇന്ത്യ മാർട്ട് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് പോകുക. ഇതൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷേങ്കിൽ ഇരുന്നിട്ട് കാലം നീട്ടിയാലേ പറ്റത്തുള്ളൂ, ഒരിക്കലും നമുക്ക് ചാടിക്കയറി അത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് എനിക്ക് ഈ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ക്യാൻഡിൽ മേക്കിങ്ങിന് എനിക്കൊരു കോമ്പറ്റീറ്റർ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്യാൻഡിൽ മേക്കിംഗ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് പോകും തോറും ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങി ക്യാൻഡിലുണ്ട്. ഞാൻ ക്യാൻഡിൽ വർക്ക്ഷോപ്സ് നടത്താറുണ്ട്, ഹൗ ടു മേക്ക് ദ ക്യാൻഡിൽ. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്ക് ഇപ്പം ക്യാൻഡിൽ ചെയ്യാൻ താല്പര്യം വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് റോ മെറ്റീരിയൽസ് കണ്ടുപിടിച്ച് കൊടുക്കുക, എല്ലാം എത്തിച്ചു കൊടുക്കണം നമ്മുടെ കടമ. ആസ് എ മെൻറ്റർ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഗെറ്റ് ദം ഓൾ ദ തിങ്സ്. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആരും സഹായത്തിനില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ എൻ്റെ ആൾക്കാരെ കണ്ടുപിടിച്ച് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് സാധനങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് എൻ്റെ കഷ്ടപ്പാട് അവർക്ക് വരാൻ പാടില്ല. സോ ഐ ഡു ടെൽ ദം ഓക്കെ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. കോമ്പറ്റീഷനെ പറ്റി എനിക്ക് ഒരിക്കലും പേടിയില്ല. ബിക്കോസ് യുവർ ക്രിയേറ്റിവിറ്റി ഈസ് യുവർ ബിസിനസ്. ഐ ക്യാൻ മേക്ക് ക്യാൻഡിൽ, യു ക്യാൻ മേക്ക് ക്യാൻഡിൽ ഇൻ എ ഗ്ലാസ്. അതെനിക്ക് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ക്യാൻഡിലും വിദ്യ ഉണ്ടാക്കുന്ന ക്യാൻഡിലും വ്യത്യാസം കാണും. യു ആർ ഡൂയിങ് ഇൻ യുവർ ക്രിയേറ്റിവിറ്റി, ഐ എം ഡൂയിങ് ഇൻ മൈ ക്രിയേറ്റിവിറ്റി. സോ മൈ ക്രിയേറ്റിവിറ്റി കനോട്ട് ബി സ്റ്റോളൻ ബൈ എനി വൺ. അതുകൊണ്ട് എനിക്ക് അതിലൊരു പേടിയുമില്ല. ഐ ഓൾവേസ് ട്രസ്റ്റ് ഇൻ വാട്ട് ഐ ഡു. ആൻഡ് ഇഫ് യു ആർ സിൻസിയർ ടു ഓൾ ദ പീപ്പിൾ ആൻഡ് റീസണബിൾ പ്രൈസിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും മേടിക്കും. ദാറ്റ് ഈസ് വാട്ട് ഐ എം തിങ്കിങ് ഓഫ്. മെഴുകുതിരി നിർമ്മാണ ബിസിനസിന്റെ പ്ലാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. മെഴുകുതിരി നിർമ്മിച്ചത് കൊണ്ട് മാത്രമായില്ല, അതെങ്ങനെ ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യാമെന്നും നിർമ്മാണത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്ന് വാങ്ങാമെന്നും മെഴുകുതിരി എങ്ങനെ വിപണിയിൽ എത്തിക്കാം തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടങ്ങിയ കോഴ്സ് നമ്മളുടെ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.